RSSകാരന് ബോധവും വിവരമില്ലാത്തത് കൊണ്ട് മോഹനം കുന്നുമ്മൽ അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടേ വായിച്ചിട്ടില്ല. KUHSൽ നിന്ന് നേരെ ഒരു സുപ്രഭാതത്തിൽ ഗവർണർ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് പെട്ടിയും തൂക്കി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്കെങ്കിലും അത് വായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നേ നമുക്ക് പഠിപ്പിക്കാം. അദ്ദേഹത്തിന് ഒരു വി സിക്കും രജിസ്ട്രാർ അധിക ചുമതലയോ താൽക്കാലിക ചുമതലയോ കൊടുക്കാനുള്ള നിയമപരമായ അവകാശമില്ല, അധികാരമില്ല. ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നത്. വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലർമാരോട് ഗവർണറോട് ദയവ് ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം. എന്തിനാണ് ഈ കൊടുംപാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം. അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കേരളത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഈ കേരളത്തെ മനുഷ്യരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, കേരളം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനു വേണ്ടി സംഘപരിവാരത്തോട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.